ദേശീയപാത 66-ൽ പാലച്ചിറമാടിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ഇന്ന് പുലർച്ചെ 2 വാഹനങ്ങളാണ് പ്രദേശത്ത് അപകടത്തിൽപ്പെട്ടത്. പ്രതിഷേധക്കാരെ കൽപ്പകഞ്ചേരി പോലീസ് എത്തി മാറ്റുകയായിരുന്നു. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. പാലച്ചിറമാടിൽ അപകടങ്ങൾ പതിവാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 4 ലോറികളാണ് പ്രദേശത്ത് മറിഞ്ഞത്. സർവീസ് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നു പുലർച്ചെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 വാഹനങ്ങളാണ് മറിഞ്ഞത്. പുലർച്ചെ 2:25 ഇറക്കം ഇറങ്ങി വന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പിന്നാലെ 3 മണിക്കൂർ പിന്നിട്ട് 5:53 രണ്ടാമത്തെ അപകടം നടന്നത്. അതും ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ. ഇറക്കം ഇറങ്ങി അമിത വേഗതയിലെത്തിയ ജനറേറ്റർ വാൻ വളവിൽ മറിയുകയായിരുന്നു. ഇതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. കൽപ്പകഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ മാറ്റി. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 4 ലോറികളാണ് സ്ഥലത്ത് മറിഞ്ഞതെന്നും അശാസ്ത്രീയമായ സർവീസ് റോഡ് നിർമ്മാണവും സ്ഥലത്ത് സൂചനാ ബോർഡുകളും മറ്റും ഇല്ലാത്തതുമാണ് അപകട കാരണമെന്നും പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ പറഞ്ഞു. NHയുടെ ഇവിടെ പാലച്ചിറമാട് വളവിലുണ്ടായ പാലച്ചിറമാട് വളവിൽ 2 ദിവസത്തിനിടയിൽ 4 ലോറികളാണ് മറിഞ്ഞിട്ടുള്ളത്. വലിയ രീതിയിൽ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു ഫാമിലി, പാറയിൽ അബൂബക്കർ എന്ന ആളുടെ കുടുംബത്തിൽ അവിടെ വീടിൻ്റെ മുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം ലോറി മറിഞ്ഞത്. ഇന്നലെ രാത്രി പുലർച്ചെ ഇവിടെ ബാരിക്കേഡുമ്പോൾ തട്ടിയത് കൊണ്ട് മാത്രമാണ് അപ്പുറത്തേക്ക് 3 ലോറികൾ മറിയാനുണ്ടായത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സർവീസ് റോഡിലുണ്ടായ അപാകതയാണ്. ഇവിടെ കറക്റ്റായിട്ടുള്ള സിഗ്നൽ ലൈറ്റുകളോ മറ്റ് അപായ സൂചനകൾ കൊടുക്കുന്ന ഒന്നും മുകളിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ആവശ്യം ഉന്നയിക്കുന്നത് വെച്ചാൽ പഴയ NH ഉണ്ട് പാലച്ചിറമാട് വളവ്, അത് വളരെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ NH ഉപരോധിച്ചു. PDയുമായി സംസാരിച്ചപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പാലച്ചിറമാട് വളവ് പഴയ റോഡ് ഓപ്പൺ ചെയ്യാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ ഉപരോധം അവസാനിപ്പിച്ചത്. ഈ ഫാമിലി, പാറയിൽ കുടുംബം അബൂബക്കറിൻ്റെ ഫാമിലി NHന് വീടിൻ്റെ മുഴുവൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി വരെ പരാതി കൊടുത്താണ്. പക്ഷെ അതിൽ തീരുമാനമുണ്ടായിട്ടില്ല. പക്ഷേ ഒരു കുടുംബം ഉറങ്ങാതെ നിൽക്കുകയാണ്. രാത്രി ഉറക്കമില്ല. കാരണം ഏത് സമയത്തും അവരെ വീടിൻ്റെ മുകളിലേക്ക് വലിയ വാഹനങ്ങൾ വന്ന് വീഴോ എന്നുള്ള ആശങ്കയിലാണ് ആ ഫാമിലി ജീവിക്കുന്നത്. അതിന് പരിഹാരം കാണണം. അതുപോലെ തന്നെ ഈ സർവീസ് റോഡിലുണ്ടായ അശാസ്ത്രീയത വളരെ പെട്ടെന്ന് പരിഹരിക്കുകയും വേണം. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പാലച്ചിറമാട് മറ്റൊരു വട്ടപ്പാറ വളവാകുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ നടന്നത് 4 അപകടങ്ങളാണ്. ദിനംപ്രതി അപകടങ്ങൾ നടക്കുമ്പോൾ ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഷംസു പുതുമയെ കൂടാതെ മുൻ പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ, വാർഡ് മെമ്പർമാരായ സഫ്വാൻ പാപ്പാലി, മുസ്തഫ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് കോട്ടയ്ക്കൽ.